വിജയ്, വെറുതെ മനുഷ്യനെ നാണം കെടുത്തരുത്. മര്യാദയ്ക്ക് സംസാരിക്കും. അയ്യോ അയ്യോ ഇന്ദ്രജേ, അയ്യോ എനിക്ക് ഈ ശബ്ദമേ വരുന്നുള്ളൂ. ഇതെന്താടി ഇങ്ങനെ? എനിക്കറിയോ. അല്ലെങ്കിൽ തന്നെ വിജയേട്ടൻ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെന്ന് ചാടുന്നേ? അയ്യോ എനിക്ക് വയ്യ ഇന്ദ്രജി, എന്റെ തൊണ്ടയൊക്കെ ചൊറിഞ്ഞിട്ട് വയ്യ. അയ്യോ എനിക്ക് വയ്യ ഇന്ദ്രജി, എന്റെ തൊണ്ടയൊക്കെ ചൊറിഞ്ഞിട്ട് വയ്യ. അയ്യോ എന്റെ തൊണ്ടയൊക്കെ ചൊറിയുന്നേ. അയ്യോ അയ്യോ ഇന്ദ്രജി, എന്റെ ശബ്ദം എന്താ ഇങ്ങനെ? അയ്യോ ഇതേതാ ഈ പുതിയ കിളി? ഇത് കിളിയൊന്നുമല്ല സാറേ, സാറിന്റെ ശബ്ദം പോയതാ. അയ്യോ ശബ്ദം പോയാ? അയ്യോ കുറച്ചു മുൻപ് എന്നോട് നല്ല ശബ്ദത്തിൽ സംസാരിച്ചതാ സാറ്. ഞാൻ ദേ പാല് വാങ്ങാൻ പോയി തിരിച്ചു വന്നപ്പോഴേക്കും വിജയ് സാറിന്റെ ശബ്ദം മാറി. വിജയ്, മര്യാദയ്ക്ക് വേഷം കെട്ടത്തെ എഴുന്നിട്ട് വന്നേ. എടോ, താൻ എന്താ വിജയേട്ടന് കൊടുത്തേ? അത് കഴിച്ചതിന് ശേഷമല്ലേ വിജയേട്ടന്റെ ശബ്ദത്തിന് ഇങ്ങനെ മാറ്റം വന്നേ? അയ്യോ എനിക്കറിഞ്ഞൂടാ മാഡം, ഈ സാറ് പാല് ചൂടാക്കി കുറുക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അതിന്റെ കൂടെ എന്തോ മരുന്ന് കഴിക്കണമെന്നും പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കൊടുത്തത്. എന്ത് മരുന്ന്? അയ്യോ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അയ്യോ കള്ളം, ഞാനേ ഒരു തരത്തിലും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ മരുന്ന് കഴിക്കുന്നേ? സാറേ വെറുതെ കള്ളം പറയരുതേ എന്നോട്. സാറല്ലേ പറഞ്ഞത് ഏതോ വൈദ്യം തന്ന മരുന്ന് ഇതിലൂടെ കഴിക്കണമെന്ന്. അത് കഴിച്ച് സാറിന് പുലിക്കുട്ടി പോലത്തെ ഒരു കൊച്ചുണ്ടാവും എന്നൊക്കെ. അതങ്ങനെ തന്നെ ആണുങ്ങള് കല്യാണം കഴിച്ചാലേ കുറച്ചു നാൾ കഴിയുമ്പോ പുലിക്കുട്ടി പോലൊരു കൊച്ചുങ്ങളൊക്കെ ഉണ്ടാവും. അതിനിപ്പോ എന്താ ഇപ്പൊ തെറ്റ്? വിജയ്, എന്നിട്ട് വരുന്നുണ്ടോ ഇങ്ങോട്ട്? അങ്ങോട്ട് ആളിയൻ ഇങ്ങോട്ട് വാളിയ എവിടെ ഇരിക്കേ? അങ്ങനെ അങ്ങ് കൊണ്ടുപോയാലോ? അതെ, അളിയനോട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. അളിയാ സത്യം പറ, അളിയൻ മരുന്ന് കഴിച്ചോ? ഇല്ലളിയ, ഞാൻ കഴിച്ചിട്ടില്ല. അതെ, മിക്കവാറും അളിയന്റെ ശബ്ദം സ്ഥിരമായിട്ട് ഇങ്ങനെയായി പോകുന്ന എനിക്ക് തോന്നുന്നത്. അതിനേക്കാൾ നല്ലത് അളിയനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ പഴയ ശബ്ദം തിരിച്ചു വരണമെങ്കിൽ നടന്നത് എന്താണെന്ന് എന്നോട് പറഞ്ഞോ. സൂര്യ, അളിയനോടായതുകൊണ്ട് ഞാൻ പറയാം. എന്നാ പറ. ഞാനേ ഒരു മരുന്ന് കഴിക്കാൻ വേണ്ടി തന്നാ ചെയ്തേ. പക്ഷേ ഇത് ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഓ സാരമില്ല അളിയ, ഇത് ചിലപ്പോ പെട്ടെന്ന് അങ്ങ് ശരിയാവും. ആണോ? വേണമെങ്കിലേ അളിയനെ പഴയ ഏതെങ്കിലും ഒരു പാട്ട് അങ്ങ് പാടിക്കോ. പാട്ട് പാടാൻ ഈ അവസരത്തിൽ പാട്ട് പാടണോ? പാടി വരുമ്പോ ശരിയാവൂ അളിയ, പാട്. ഓ അങ്ങനെ. പിച്ച് 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 പിടിക്കാം. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. കാനന ചായയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടി മറന്നൊന്നും
ചെയ്തുകൂടാ. ആ. ഹേയ്, പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടി മറന്നൊന്നും ചെയ്യാൻ പാടില്ല, മനസ്സിലാ? എന്റെ പൊന്നു തന്ത്രി, താൻ ഇതൊന്നും കാണുന്നില്ലേ? എന്തിനാ സർ ഈ പാവത്തിനെ കളിയാക്കുന്ന? പാവോ ഇയാളോ? എന്റെ തന്ത്രി, ഇതൊക്കെ കയ്യിലിരിപ്പിന് ദൈവം കൊടുത്തതാ. ഇനി ചിലപ്പോ മുഴുവൻ ശബ്ദം പോവും. ആ അറിയാം, ഒന്നുകൂടെ പാടി പാട്. പാടില്ല പാടില്ല, ആ നമ്മെ നമ്മൾ പാട്, പാടിക്കേ. ഒന്ന് പോളിയാ. ഞാൻ വിജയ് ഇങ്ങോട്ട് വരാനാ പറഞ്ഞു. എങ്ങോട്ട്? വന്നേ, ഏയ്, ഇങ്ങോട്ട്. എനിക്ക് അവിടെ, ഏയ്, അളിയാ. ഏയ്, പോലെ. ഏയ്, അളിയന്റെ ശബ്ദം. സാറേ അയ്യോ അയ്യോ അളിയന്റെ ശബ്ദം, എന്റെ ശബ്ദം. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ.